ഒരു രണ്ടാം കൃതി വാചകത്തെ എങ്ങനെ ഒരു പൂർണ്ണവർഗമാക്കി എഴുതാം എന്നതാണ് നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. ഇങ്ങനെ രണ്ടാം കൃതി വാചകങ്ങളെ പൂർണ്ണവർഗങ്ങളാക്കി രണ്ടാം കൃതി സമവാക്യങ്ങളെ എളുപ്പം പരിഹരിക്കാൻ കഴിയും. ഉദാഹരണമായി ഒരു രണ്ടാം കൃതി വാചകം നോക്കാം. x² + 2x. x² + 2x എങ്ങനെ ഒരു പൂർണ്ണവർഗ രൂപത്തിൽ എഴുതും? ആദ്യം x² + 2x ജാമിതീയ രൂപം എന്താണെന്ന് നോക്കാം. x² എന്നത് x വശമായ ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ്. 2x എന്നത് ഒരു വശം xും മറ്റൊരു വശം 2 യൂണിറ്റുമായ ചതുരത്തിന്റെ പരപ്പളവാണ്. എങ്കിൽ x² + 2x എന്നത് ഈ സമചതുരവും ചതുരവും ചേർത്തുവെച്ച ഒരു ചതുരത്തിന്റെ പരപ്പളവാകും. ഇനി എങ്ങനെ ഈ ചതുരത്തെ മറ്റൊരു സമചതുരമാക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ ചിന്ത. അതിന് 2 യൂണിറ്റ് വീതിയുള്ള ചതുരത്തെ 1 യൂണിറ്റ് വീതിയുള്ള 2 ചതുരങ്ങളാക്കി മുറിക്കാം. അപ്പോൾ നീളം xും വീതി 1 യൂണിറ്റുമായ 2 ചതുരങ്ങൾ കിട്ടും. ഇതിൽ ഒരു ചതുരത്തെ എടുത്ത് സമചതുരത്തിന്റെ മുകളിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ചതുരവും സമചതുരവുമല്ലാത്ത ഒരു രൂപമാണ് കിട്ടുന്നത്. എന്നാൽ ഇതിന്റെ പരപ്പളവ് സമം x² + x + x സമം x² + 2x തന്നെ ആകും. ഇപ്പോൾ കിട്ടിയ ചിത്രത്തെ സമചതുരമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ മുകളിലത്തെ മൂലയിൽ ഒരു ചെറിയ സമചതുരം വെച്ചാൽ പോരെ? ഈ സമചതുരത്തിന്റെ നീളവും വീതിയും 1 യൂണിറ്റ് ആണല്ലോ. അപ്പോൾ 1 യൂണിറ്റ് വശമുള്ള ഒരു സമചതുരം ഇവിടെ ചേർത്താൽ രൂപം മൊത്തമായി ഒരു സമചതുരമായി മാറി. എന്താണ് ഈ സമചതുരത്തിന്റെ പരപ്പളവ്? ഈ പരപ്പളവ് x² + 2x കൂടെ അവസാനം ചേർത്ത സമചതുരത്തിന്റെ പരപ്പളവും കൂടി ചേർന്നതാകുമല്ലോ. അതായത് x² + 2x + 1. എന്നാൽ അവസാനം കിട്ടിയ സമചതുരത്തിന്റെ ഒരു വശം എത്രയാണ്? അത് x + 1 ആണെന്ന് കാണാം. അപ്പോൾ ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവ് സമം x + 1² ആകും. ഇതിൽ നിന്നും x² + 2x + 1 സമം x + 1² ആണെന്ന് കാണാം. അതായത് x² + 2x കൂടെ 1 കൂട്ടിയാൽ അത് x + 1² എന്ന